ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട പ്രഭുജീസ്, മാതാജീസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഭഗവാന്റെയും വൈഷ്ണവരുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും എല്ലാം പ്രീതിക്ക് വേണ്ടി ഒരു ചെറിയ കീർത്തൻ പാടാം. ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ ഗോപീജനവല്ലഭ ഗിരിവരധാരി, ജയ ഗോപീജനവല്ലഭ ഗിരിവരധാരി, യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരാവനചാരി, യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരാവനചാരി, ജയ രാധ മാധവ കുഞ്ച വിഹാരി. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേ, നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവ്യ, ഭഗവതീ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതീ നൈഷ്ടകി, മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഹരിം, കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനകാരുണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദമാധവം. നമ്മുടെ ഇന്നത്തെ ശ്ലോകം, അതായത് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 9-ാമത്തെ ചാപ്റ്ററിലെ 14-ാമത്തെ ശ്ലോകം, 1-9-14, 1-9-14. അങ്ങനെ ശ്ലോകം ചെല്ലാം. സർവം കാലകൃതം മന്യേ ഭവതാഞ്ചായത പ്രിയം, സപാലോ യദ്ദേശലോകോ വായോരിവ ഘനാവലി, സർവം കാലകൃതം മന്യേ കൃതം മന്യേ ഭവതാഞ്ചായത പ്രിയം, സഫലോ യദ്ദേശലോകോ വായോരിവ ഘനാവലി. നമുക്ക് ഓരോ വാക്കുകളുടെ ആയിട്ട് അർത്ഥം നോക്കാം. സർവം, ഇവയെല്ലാം, കാലകൃതം, അനിവാര്യമായ കാലത്താൽ നിർവഹിക്കപ്പെടുന്നു. മന്യേ, ഞാൻ ചിന്തിക്കുന്നു. ഭവതാഞ്ച, നിങ്ങൾക്ക് വേണ്ടിയും. യത്, എന്തു തന്നെയായാലും. അപ്രിയം, വെറുക്കത്തക്ക. സപാല, ഭരണാധിപന്മാർ. സഹിതം, സപാല ഭരണാധിപന്മാർ സഹിതം. യത് ഭാഷെ, ആ കാലഘട്ടത്തിന്റെ അധീനമായി. ലോക, സർവഗ്രഹത്തിലെയും ഓരോരുത്തരും. വായു, കാറ്റ് വഹിച്ചുകൊണ്ട് പോകുന്നു. ഇവ, പോലെ. ഘന ആവലി, മേഘങ്ങളുടെ വ്യൂഹം. വിവർത്തനം, ഭാവാർത്ഥം. ഹിസ് ഡിവൈൻ ഗ്രേസ് CC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. വിവർത്തനം വായിക്കാം. എന്റെ അഭിപ്രായത്തില് ഇവയെല്ലാം സംഭവിക്കുന്നത് അനിവാര്യമായ ഘടകമായ കാലം നിമിത്തമാകുന്നു. മേഘങ്ങളെ കാറ്റ് വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ കാലത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഓരോ ഗ്രഹത്തിലെയും സകലമാന പേരും നയിക്കപ്പെടുന്നു. ഭാവാർത്ഥം.
സർവഗ്രഹങ്ങളിലും കാലത്തിന് നിയന്ത്രണമുള്ളതുപോലെ പ്രപഞ്ചത്തിനുള്ളിലെ മുഴുവൻ ദേശവും കാലത്തിന്റെ നിയന്ത്രണത്തിൽ കീഴിലാകുന്നു. എല്ലാ സ്ഥൂലാകാരമായ ബൃഹത്തായ ഗ്രഹങ്ങളും സൂര്യനും മേഘങ്ങളുമൊക്കെ കാറ്റിന്റെ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു. അതേപോലെ അനിവാര്യമായ കാലം കാറ്റിന്റെ ഗതിയെയും മറ്റ് ഘടകങ്ങളെ സർവരും നിയന്ത്രിക്കപ്പെടുന്നു. അതിനാൽ ദുർജയമായ കാലത്തിന്റെ പ്രവൃത്തിയിൽ യുധിഷ്ഠിരൻ ഖേദിക്കേണ്ടതില്ല. ഭൗതിക പ്രകൃതിയുടെ വ്യവസ്ഥകൾക്ക് വിധേയനായിരിക്കുന്നിടത്തോളം കാലം ഓരോരുത്തരും പ്രവർത്തനങ്ങളെയും പ്രതിപ്രവർത്തനങ്ങളെയും സഹിച്ചേ പറ്റൂ. തന്റെ പൂർവജന്മത്തിൽ അദ്ദേഹം പാപം ചെയ്തുവെന്നും ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും യുധിഷ്ഠിര മഹാരാജാവ് ചിന്തിക്കുന്നില്ല. ഉദാത്തനായ ധർമ്മിഷ്ഠന് പോലും ഭൗതിക പ്രകൃതിയോട് ബന്ധപ്പെട്ട അവസ്ഥ അനുഭവിക്കേണ്ടതായി വരുന്നു. ഉത്തമ വിശ്വാസയോഗ്യനായ ആധികാരിക ബ്രാഹ്മണൻ, ധർമ്മതത്വങ്ങൾ കർശനമായി അനുവർത്തിക്കുന്ന വൈഷ്ണവൻ എന്നിവരാൽ നയിക്കപ്പെടുന്നതാകയാൽ ധർമാത്മാവായ ഒരാൾക്ക് ഭഗവാനോടുള്ള വിശ്വാസം പുലർത്തുന്നവനാകുന്നു. മാർഗനിർദ്ദേശം നൽകുന്ന ഈ 3 തത്വങ്ങളും ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കണം. നിത്യമായ കാലത്തിന്റെ ഗതിയിൽ ആരും തന്നെ ഉത്കണ്ഠാകുലരാകരുത്. പ്രപഞ്ചത്തിന്റെ ശ്രേഷ്ഠ നിയന്താവായ ബ്രഹ്മാവ് പോലും കാലത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ആകയാൽ ധർമ്മതത്വങ്ങളുടെ ആത്മാർത്ഥത അനുവർത്തിയാണെങ്കിൽ തന്നെയും കാലത്താൽ നിയന്ത്രിക്കപ്പെടുന്നതിൽ ഒരാൾ ചിത്തവിക്ഷോഭനാകരുത്. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമാഖ്യം ദദാതി സോപാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിത്വം തം സജീവം സ്വാദൈതം സവദൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതി. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമുക്ക് ഈ ശ്ലോകത്തിന്റെ വിവർത്തനം ഒരിക്കൽ കൂടി വായിക്കാം. വിവർത്തനം. എന്റെ അഭിപ്രായത്തിൽ ഇവയെല്ലാം സംഭവിക്കുന്നത് അനിവാര്യ ഘടകമായ കാലം നിമിത്തമാകുന്നു. മേഘങ്ങളെ കാറ്റ് വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ കാലത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഓരോ ഗ്രഹത്തിലെയും സകലമായ ഹരേ കൃഷ്ണ മാതാജി, സൗണ്ട് ഇല്ല. ദക്ഷിണ ഗൗരിലമാജി മ്യൂട്ടായി. ദക്ഷിണ നെറ്റ് പോയതായിരിക്കും. ശരിക്കും ഹരേ കൃഷ്ണ മാതാജി. ഇന്നത്തെ നമ്മുടെ ശ്ലോകം ഒരു മനോഹരമായ ശ്ലോകമാണ്. അത് സമകാലീന
എത്രമാണെന്ന് നമുക്ക് ആഴത്തിൽ ചിന്തിപ്പിക്കുവാനും അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ചിട്ടപ്പെടുത്തുവാനും ഈ ശ്ലോകം നമ്മളെ വളരെയധികം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ശരിക്കും വ്യാസദേവന്റെ രചനയിലൂടെ ഭീഷ്മദേവന്റെ വാക്കുകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളിലൂടെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ അതിഭയങ്കരമായ നാശനഷ്ടങ്ങളെ പറ്റി ചിന്തിച്ച് യുധിഷ്ഠിര മഹാരാജാവ് വളരെ വളരെ ദുഃഖിതനായിരുന്നു. യുധിഷ്ഠിര മഹാരാജ് വിചാരിക്കുന്നത് തൻ്റെ സിംഹാസനത്തിന് വേണ്ടിയാണ് ഇത്രയും വലിയ കുരുതിയൊക്കെ നടന്നതെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ശരിക്കും പല വീടുകളിലും പിതാവും മകനും എന്തിനേറെ പറയുന്ന ബന്ധുമിത്രാദികളും മിക്ക വീടുകളിലും പുരുഷ ജനങ്ങളെ ഇല്ലാതെ ആ ഒരു സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തിന് വളരെയധികം പശ്ചാത്താപം തോന്നുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വികാരി അധീനനായിട്ട് വളരെയധികം സങ്കടത്തോടെ ഇരിക്കുന്നു. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നു. പാണ്ഡവരുടെ ഗുരുവായ ധൗമ്യൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ വ്യാസദേവൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരി സാക്ഷാൽ ഭഗവാൻ തന്നെ അതിനുവേണ്ടി ശ്രമം നടത്തുന്നു. എല്ലാവരും പല പല ഉപദേശങ്ങളും നൽകുന്നു. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് നടക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഭഗവാൻ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇതൊരു ധർമ്മയുദ്ധമായതുകൊണ്ട് പിന്നെ സിൻഫുൾ റിയാക്ഷനെ പറ്റി ഒന്നും വിഷമിക്കേണ്ടതില്ല. അതുപോലെ തുല്യതയ്ക്ക് വേണ്ടി, ഒരു ഭരണ തുല്യതയ്ക്ക് വേണ്ടി നടത്തുന്ന യുദ്ധം ഒരിക്കലും ഒരു പാപമല്ല. അതുപോലെ ദുര്യോധനെ പോലുള്ള ഒരു സിൻഫുൾ പേഴ്സണെ വധിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്നൊക്കെ പലരും പല കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഭഗവാന് അവരെ കുരുക്ഷേത്ര ഭൂമിയിലെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മദേവന്റെ, അവരുടെ പിതാമഹനായ ഭീഷ്മദേവന്റെ അടുത്തേക്ക് അദ്ദേഹം സ്വച്ഛന്ത വൃത്തിയുടെ സമയം നോക്കി കിടക്കുകയാണ്. അവിടെ ഉത്തരായനം വരാൻ വേണ്ടി പ്രതീക്ഷിച്ച് കിടക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇവരെയെല്ലാം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഭഗവാൻ പറഞ്ഞു, പാണ്ഡവരെല്ലാം രാജകീയ വേഷത്തിൽ തന്നെ വരണമെന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു. കാരണം തൻ്റെ പരമഭക്തനായ ഭീഷ്മദേവർ പ്രിയപ്പെട്ട അവരുടെ ഭീഷ്മദേവന്റെ പൗത്രന്മാരായ പാണ്ഡുപുത്രരുടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അവരുടെ എല്ലാ ദുരിതങ്ങൾക്കും മാപ്പുസാക്ഷി ആകേണ്ട ഒരു ഗതികേടാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. ഈ റോയൽ അറ്റയർ, അതായത് രാജകീയ വേഷത്തിൽ പാണ്ഡുപുത്രന്മാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സംതൃപ്തി, അത് തൻ്റെ ഭക്തൻ അനുഭവിക്കണമെന്ന് ഭഗവാൻ ഇവിടെ ആഗ്രഹിച്ചു. ശരിക്കറിയാം, നമുക്ക് ഭീഷ്മദേവനെ കാണാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ മഹാത്മാക്കളും അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാ രാജർഷികളും വിപ്രഷികളും രാജാക്കന്മാരും ശുകദേവ ഗോസ്വാമിയെ പോലുള്ള മഹാത്മാക്കളും പിന്നെ ഒരുപാട് സന്യാസിമാരും അവരുടെ ശിഷ്യന്മാരും എല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പാണ്ഡവരോടൊപ്പം തന്നെ ഭഗവാനും അവിടെ സന്നിഹിതനായി, അവരോടൊപ്പം ഭഗവാനും അവിടെ പോകുന്നു. എന്നിട്ട് ശരിക്കും തങ്ങളുടെ പിതാമഹനോടുള്ള അതീവമായ സ്നേഹത്തോടും അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിലുള്ള അതീവമായ ദുഃഖത്തോടും കൂടി ഇവരെല്ലാം പാണ്ഡുപുത്രരെല്ലാം വളരെ മൗനമായിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ശരിക്കും അവരോടുള്ള അതുപോലെ തന്നെ ഭീഷ്മ പിതാമഹനും അവരോടുള്ള സ്നേഹാധിക്യത്താല് ശരിക്കും അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അശ്രുഗണങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹം അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് യുധിഷ്ഠിര മഹാരാജനെ. പാണ്ഡവർ അനുഭവിച്ച ദുരിതത്തെപ്പറ്റി എല്ലാം ഭീഷ്മദേവൻ സഹതാപത്തോടെ അനുസ്മരിക്കുന്നു. അദ്ദേഹം ഇവർക്ക് ഉണ്ടായിട്ടുള്ള കഷ്ടപ്പാടുകളൊന്നും അവരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല എന്ന് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പാണ്ഡവർ എന്തെല്ലാം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു എന്നറിയാം. പലതവണ ഭീഷ്മന് വിഷം കൊടുത്തു, അവരുടെ വീടിന് തീയിട്ടു, ഹിഡുംബ തുടങ്ങിയ രാക്ഷസന്മാരുടെ ഉപദ്രവങ്ങള്, അവരുടെ വനവാസകാലത്തുണ്ടായ അവരുടെ ക്ലേശങ്ങള്, പാഞ്ചാലിക്ക് കൗരവസഭയിൽ വെച്ചുണ്ടായ ആക്ഷേപം തുടങ്ങി ഒരുപാട് ദുരിതങ്ങള് അവരെ അനുഭവിച്ചിട്ടുണ്ട്. ഭീഷ്മ പിതാമഹൻ പറയുന്നത്, അവർ ധർമ്മിഷ്ഠരായിട്ടും അവരോടൊപ്പം സാക്ഷാൽ ഭഗവാൻ ഉണ്ടായിട്ടും അവർക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത് സർവം കാലം ഇതം കൃതം മന്യേ ഭവതാഞ്ച യത് അപ്രിയം. അതായത് അവരുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു കാരണമുണ്ട്. ഒന്ന്, ഇതെല്ലാം കാലത്തിന്റെ നിയോഗമാണ്. ഇത്രയും നാളത്തെ അവരുടെ ദുരിതങ്ങള്, വനവാസകാലം, ഇത് കൂടാതെ ഇപ്പോൾ അവർക്ക് രാജ്യഭരണം തിരിച്ചു കിട്ടുന്നത്, ഇതെല്ലാം കാലത്തിന്റെ നിയമമാണ്.
കാലമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഭവതാഞ്ച യത് അപ്രിയം. ഭവതാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ചായത് അപ്രിയം എന്ന് പറഞ്ഞാൽ നോട്ട് പ്ലീസിങ്. നിങ്ങളുടെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള എല്ലാ അപ്രിയകരമായ കാര്യങ്ങളും ടൈം ഫാക്ടർ, അതായത് കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതായത് കാലം ഭഗവാന്റെ ഇൻകാർണേഷൻ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് നമുക്കറിയാമല്ലോ. ശരിക്കും ഇതെല്ലാം ഭഗവാന്റെ പ്ലാൻ തന്നെ ആണ്. നമുക്ക് ആലോചിക്കാം, ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് റിയാക്ഷനും ഉണ്ടാകുന്നു. അവിടെ ആക്ഷനും ഉണ്ട്, റിയാക്ഷനും ഉണ്ട്. അതാണ് കർമ്മം. ഈ കർമ്മ ഫലം അനുഭവിക്കേണ്ട ആവശ്യം ശരിക്കും പാണ്ഡവർക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ പാണ്ഡവരാണെങ്കിലോ കർമാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ്. അവരെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുന്നവരുമാണ്. അവരുടെ പ്രവൃത്തികൾക്ക് കർമ്മഫലം ശരിക്കും അനുഭവിക്കേണ്ടതായി വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? ശരിക്കും ഈ വരുന്ന ഒരു ശ്ലോകത്തിൽ, അതായത് 1:9-17 ഭഗവാൻ തന്നെ ഭീഷ്മദേവർ പറയുന്നു, തസ്മാദിതം ദൈവതന്ത്രവും. ഇതൊക്കെ ഭഗവാന്റെ പദ്ധതികൾക്കനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കുക എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നമ്മൾക്ക് വിശദീകരിക്കാൻ സാധിക്കാത്തതാണ്. കാലമാണ് ഭൗതിക ലോകത്തിലെ എല്ലാ ട്രാൻസ്ഫോർമേഷൻസ്, അതായത് ചേഞ്ചസിനെല്ലാം കാരണം. അങ്ങനെയാണ് ഈ ഭൗതിക ലോകവും പ്രപഞ്ചവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന് അകത്തെ എല്ലാ ചേഞ്ചസും ഈ പ്ലാനറ്റുകളെല്ലാം, സബലോ എന്ന് പറഞ്ഞാൽ റൂളേഴ്സ് ഓഫ് ദി പ്ലാനറ്റുകൾ, വ്യാസെ മീൻസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് എന്നാണ്. എല്ലാ പ്ലാനറ്റുകളും അതിൻ്റെ അധിപന്മാരും കാലത്തിൻ്റെ കൺട്രോളിലാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കാലചക്രം അനുസരിച്ച്, അതിൻ്റെ ഗതി അനുസരിച്ച് അവരുടെ എല്ലാ പൊസിഷൻ നഷ്ടപ്പെടും, അതുപോലെ അവരുടെ പൊസിഷനും നഷ്ടപ്പെടും, അവരുടെ കൺട്രോൾ നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അത് ഇന്ദ്രലോകത്തിലായാലും ബ്രഹ്മലോകത്തിലായാലും ഭൂലോകത്തിലായാലും പാതാളത്തിലായാലും എല്ലാവരെയും കാലം സ്വാധീനിക്കും. ഈ കാലത്തിന്റെ ഭാവനാതീതമായ വ്യാപ്തിയെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് കണക്കുകൾ ഒന്ന് നോക്കാം. അതായത് ഒരു മഹായുഗം എന്ന് പറഞ്ഞാൽ 4.32 മില്യൺ ഇയേഴ്സ് ഓഫ് ഹ്യൂമൻ ഇയേഴ്സ് ആണ്. നമ്മളുടെ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 4.32 മില്യൺ ഇയേഴ്സ് ആണ് ഒരു മഹായുഗം എന്ന് പറയുന്നത്. അതായത് ഒരു 1000 മഹായുഗം ചേർന്നതാണ് ഒരു കൽപ്പം. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു പകലും ഒരു രാത്രിയുമുണ്ട്. ഒരു പകലെന്ന് പറഞ്ഞാൽ ഒരു കൽപ്പമാണ്, ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പമാണ്. അങ്ങനെ 2 കൽപ്പങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുപോലെ മന്വന്തരം എന്ന് പറഞ്ഞാൽ 71 മഹായുഗം ചേർന്നതാണ് മന്വന്തരം എന്ന് പറയുന്നത്. അങ്ങനെ 14 മന്വന്തരം ഭഗവാന്റെ ബ്രഹ്മാവിന്റെ ഒരു പകലും 14 മന്വന്തരം ബ്രഹ്മാവിന്റെ രാത്രിയുമാണ്. അത് ചേർന്നതാണ് ബ്രഹ്മ. അങ്ങനെ 100 വർഷമാണ് ഒരു ബ്രഹ്മാവിന്റെ, അതായത് ഒരു സൃഷ്ടികർത്താവിന്റെ പൊസിഷൻ. അതുപോലെ 71 ദിവ്യയുഗങ്ങൾ ചേർന്നതാണ് ഇന്ദ്രന്റെ പൊസിഷൻ. ഇതിലെല്ലാം കഴിയുമ്പോൾ ഇവർക്കെല്ലാം ഈ പൊസിഷൻ ഉപേക്ഷിക്കേണ്ടതായി വരും. നമുക്കറിയാം അങ്ങനെ എത്ര ബ്രഹ്മാക്കളും ഇന്ദ്രനും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഓരോ പ്രപഞ്ചങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് അതെല്ലാം നമ്മുടെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. നമ്മുടെ ശരിക്കും അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാം, ഇതൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിസ്സാരമാണെന്നുള്ള കാര്യം നമുക്കിവിടെ ആലോചിക്കാൻ പറ്റും. ഇവിടെ ഈ ശ്ലോകത്തിലെ ഭീഷ്മദേവ് ഒരു ചെറിയ ഉപമ ഉപയോഗിച്ചിട്ടുണ്ട്. വായു റിവ ഗനാവലി, അതായത് നമ്മൾ കാണാറുണ്ട് മേഘങ്ങൾ കാറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ആകാശത്തിലെ മേഘങ്ങൾക്ക് പെർമനന്റ് സീറ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ ഇതുപോലെ തന്നെയാണ് കാലചക്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. ശരിക്കും നമ്മളെല്ലാം എപ്പോഴും സമയത്തിന്റെ സ്വാധീനത്തിൽ തന്നെയാണ്.
നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ കയ്യിലോ മടിയിലോ ഒക്കെ ഇരുത്താൻ പറ്റും. അതേസമയം ആ കുഞ്ഞ് വളർന്ന് ഒരു 10, 30, 40 വയസ്സാകുമ്പോഴോ അതായത് സമയം കടന്നു പോകുമ്പോൾ, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് സമയം കടന്നു പോകുമ്പോൾ ശരീരത്തിന് ചേഞ്ചസ് ഉണ്ടാകുന്നു. ആ കുഞ്ഞ് അയാളുടെ യൗവനാവസ്ഥയിലെ വളരെ സ്ട്രോങ്ങും സ്റ്റൗട്ടും ഒക്കെ ആയിരിക്കും. ആ സ്ട്രോങ്ങും സ്റ്റൗട്ടും ആയിരിക്കുന്ന ആള് വാർദ്ധക്യകാലം വരുമ്പോഴേ ഒന്ന് നേരെ നിവർന്നിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ. ചിലപ്പോൾ ശരിക്കും ഒരു കൂനുണ്ടാവും, മുഖത്ത് ചുളിവുകൾ ഉണ്ടാകും, മുടികൾ വെളുക്കും, മുടി കൊഴിഞ്ഞു പോകും, ആളുകൾക്ക് ഒരു ബലവും ഇല്ലാത്തവരെ ആയിത്തീരും. ഇതെല്ലാം സമയത്തിന്റെ കളികൾ മാത്രമാണ്. അതുപോലെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചസ്, സമയം കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചസിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. അതെ, ബാല്യകാലങ്ങളിൽ നമുക്ക് കുറച്ച് ഇന്നസെൻസ്, അതായത് നമ്മൾ കുറച്ചൊക്കെ ഇന്നസെന്റ് ആയിരിക്കും. യൂത്ത് നമ്മൾ യൗവനത്തിൽ വരുമ്പോഴോ ശരിക്കും നമുക്കൊരു അഡ്വഞ്ചറസ് സ്പിരിറ്റ് ഒക്കെ ഉണ്ടാകും. അത് കാലം കടന്നു പോയിക്കൊണ്ട് അത് വാർദ്ധക്യത്തിലാകുമ്പോഴോ നമ്മുടെ കായിക ശക്തിയും മാനസിക ശക്തിയും എല്ലാം ക്ഷയിക്കുന്നു. ശരിക്കും ഇനി നമുക്ക് വേറെ ഈ സമയത്തിന്റെ എഫക്റ്റിനെ പറ്റി, ഓരോന്നിലുള്ള എഫക്റ്റിനെ പറ്റിയാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതായത് ഇനിയും നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പറ്റി നോക്കിയാലോ. ഇപ്പോൾ നമുക്ക് സമ്മർ കഴിഞ്ഞിട്ട് മൺസൂൺ തുടങ്ങി എന്ന് വിചാരിക്കാം. ശരിക്കും ഈ ക്ലൈമറ്റ് ചേഞ്ച് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ ശരിക്കും വ്യത്യാസങ്ങൾ വരുത്തുമല്ലോ. ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ നമ്മൾ വേർത്തൊലിച്ച് നമുക്കൊന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചിലപ്പം വിന്റർ വരും, മൺസൂൺ കഴിഞ്ഞിട്ട് വിന്റർ വരും. അങ്ങനെ നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ പലതരത്തിലാണ് സമയം നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഭീഷ്മർ പറയുന്നത് സർവം കാലം കൃതം മന്യേ എന്ന് പറയുന്നത്. എല്ലാം സമയാധിഷ്ഠിതമായിട്ട് നടക്കുന്നു. ശരിക്കും സമയം എല്ലാ പ്ലാനറ്റിലെയും അതിൻ്റെ റൂളേഴ്സിനെയും എല്ലാം സ്വാധീനിക്കുന്നു. സഫലോ യത് വ്യാസേ ലോകോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. പക്ഷേ നമുക്ക് ഇനിയും വേറൊരു കാര്യം നോക്കാം. അത് ഈ സമയം നമ്മളെ എല്ലാവരെയും എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം കൃഷ്ണ ഭഗവാനെയോ രാധാറാണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ തിങ്സിനെയോ ഒക്കെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഭഗവാന്റെ ശക്തി കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ പിറവിയെടുക്കുകയാണ്. ഭഗവാന്റെ അന്തരംഗ ശക്തി കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ അദ്ദേഹം പിറവിയെടുക്കുന്നു. ശരിക്കും ഭഗവാൻ അജനാണ്, അദ്ദേഹം എറ്റേണലാണ്, അദ്ദേഹത്തിന് എന്നെന്നും നിലനിൽക്കുന്ന ആളാണ്. എന്നാലും അദ്ദേഹത്തിന്റെ ലീലകൾക്ക് വേണ്ടി അദ്ദേഹം വാസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് വൃന്ദാവനത്തിൽ ജന്മമെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും അദ്ദേഹത്തിന്റെ വളർച്ചയെ പറ്റിയുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാനൊരു ലെക്ചറിൽ കേട്ട കാര്യമാണ്. അത് ഞാനിവിടെ പറയാം. അതായത് ഭഗവാന് 3 വയസ്സും 4 മാസവും ആകുമ്പോൾ തൻ്റെ ബാല്യകാല ലീലകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 3 മാസവും 4 ദിവസവും ഉള്ളപ്പോൾ അദ്ദേഹത്തിന് 5 വയസ്സുള്ള ഒരു ബാലന്റെ വളർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ 6 വർഷവും 8 മാസവുമായപ്പോൾ 10 വയസ്സിന്റെ വളർച്ചയും 10 വയസ്സുള്ളപ്പോൾ 15 വയസ്സിന്റെ വളർച്ചയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ലെക്ചറിൽ അദ്ദേഹം പറഞ്ഞത്. അത് ശരിക്കും നമുക്കറിയാം, സാധാരണയായി കാലത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഒരു കുട്ടിക്ക് ബോഡിലി ഗ്രോത്തും ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്തും ഇന്റലക്ച്വൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാകുന്നത്. ശരിക്കും പക്ഷെ ഇവിടെ ഭഗവാൻ പെട്ടെന്ന് വളർന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 16 വയസ്സായപ്പോൾ പിന്നെ ഭഗവാന് വളർച്ച ഉണ്ടായിട്ടില്ല. എപ്പോഴും 16 വയസ്സാണ്, അതായത് നിത്യ യൗവനമാണ്. 70 വയസ്സായപ്പോഴും 80 വയസ്സായപ്പോഴും 120 വയസ്സായപ്പോഴും ഒക്കെ ഭഗവാൻ നിത്യജീവനത്തോട് തന്നെയാണ് ഇരുന്നത്. രാധാറാണിയെയോ ഭഗവാന്റെ എറ്റേണൽ ഫോംസിനെയോ പേഴ്സണൽ അസോസിയേറ്റ്സിനെയോ കാലത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുകയില്ല. ഇനി അതുപോലെ നമുക്ക് വേറൊരു കാര്യം നോക്കാം. അതായത് ഭഗവാനെ പറ്റിയുള്ള നോളജിന്റെ കാര്യമാണ്. അത് ശരിക്കും അതിലൊരിക്കലും സമയത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നില്ല. ശരിക്കും കാലക്രമേണ ചിലപ്പോൾ ഈ നോളജ് മായയാൽ ചിലപ്പോൾ കവർ ചെയ്യപ്പെട്ടേക്കാം. കാരണം അത് മനസ്സിലാക്കാനുള്ള, ഈ കലികാലത്തിലേക്ക് ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ആ നോളജ് എന്ന് പറഞ്ഞാൽ അത് എറ്റേണൽ തന്നെയായിരിക്കും. ശരിക്കും
ആ നോളജിന് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. നമുക്ക് നോക്കാമല്ലോ, എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. കാരണം 5000 വർഷം മുമ്പ് ഭഗവാൻ തന്നെ അർജുനന് ഉപദേശിച്ചു കൊടുത്തതാണ് ഭഗവത്ഗീത. അതിപ്പോഴും വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു, ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല. ശരിക്കും അത് ആരെങ്കിലും ഒരാഴ്ചയോളം നമുക്ക് നോക്കാം, ആരെങ്കിലും ഒരാഴ്ചയോളം പഴക്കമുള്ള ഒരു ന്യൂസ് പേപ്പർ വീണ്ടും എടുത്ത് വായിക്കുമോ? അവര് പുതിയ പുതിയ ന്യൂസിന് വേണ്ടിയിട്ട്, ലേറ്റസ്റ്റ് ന്യൂസിന് വേണ്ടിയിട്ട് പരക്കം പായുകയാണ് ഇന്നത്തെ ജനം ചെയ്യുന്നത്. പക്ഷേ 5000 വർഷം മുമ്പ് പറഞ്ഞ ഈ ഭഗവത്ഗീത ഇപ്പോഴും എല്ലാവരും വായിക്കുന്നുണ്ട്. 5000 വർഷം മുമ്പ് സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുത്ത ശ്രീമദ് ഭാഗവതം നമ്മളിപ്പോഴും വായിക്കുന്നു. നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. കാലം കടന്നു പോയാലും ഒരിക്കലും ഭഗവത്ഗീതയും ഭാഗവതത്തിൻ്റെയും തുടങ്ങിയ ഇതുപോലെയുള്ള ഡിവൈൻ സ്ക്രിപ്റ്റേഴ്സിന്റെ പ്രസക്തി ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിചാരിക്കാം ഭഗവാൻ ഒരിക്കലും ടൈം ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല. നമ്മൾ ഭഗവാന്റെ പ്രായം കണക്കൂട്ടറിയില്ല. അദ്ദേഹം എപ്പോഴും നിത്യയുക്തനായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു. നമ്മളുടെ ചിന്തയിൽ ഒരിക്കലും ഭഗവാന്റെ രൂപമില്ല. എപ്പോഴും യവന ഉടക്കുഴലൂന്തിയ ഭഗവാന്റെ ചാമവർണ്ണ രൂപം മാത്രമേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകളൊക്കെ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. അതായത് ഈ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ പണ്ട് ഭഗവാൻ ചെയ്ത ലീലകളൊക്കെ നമുക്കറിയാം. അതായത് പൂതനാവധം ചെയ്തു, അഹാസുരം ഗോവർദ്ധൻ പർവ്വതം ഉയർത്തി, കാളിയമർദ്ദനം ചെയ്തു, വെണ്ണ മോഷ്ടിച്ചു. ഈ ലീലകളൊക്കെ ഒന്നും സമയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നമ്മളെ ഭാഗവതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഈ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ അതായത് മറ്റൊരു യൂണിവേഴ്സിലെ ഇതിപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും ഭഗവാന്റെ ശരീരവും എറ്റേണലാണ്, അതൊരിക്കലും ക്ഷയിക്കുന്നില്ല. ഭഗവാന്റെ തൊലിയൊന്നും ചുക്കിച്ചുളിഞ്ഞൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല, എപ്പോഴും നിത്യ യൗവനമാണ്. അതുപോലെ നമുക്ക് ഭഗവാനെ പറ്റിയുള്ള ഈ സ്ക്രിപ്റ്റേഴ്സ്, ഭഗവാൻ പറഞ്ഞ സ്ക്രിപ്റ്റേഴ്സും ഭഗവാനെ പറ്റിയുള്ള സ്ക്രിപ്റ്റേഴ്സ്, അതായത് ഭാഗവതം, ശ്രീമദ് ഭഗവത്ഗീത തുടങ്ങിയവയൊക്കെ നമുക്ക് ഒരു 10,000 വർഷം കഴിഞ്ഞാലോ, ഒരു വർഷം കഴിഞ്ഞാലോ, 1,00,000 വർഷം കഴിഞ്ഞാലോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഈ മനോഹരമായ സ്ക്രിപ്റ്റേഴ്സ് വായിക്കുമെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മൾ ഹോളി ധാമിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ. ശരിക്ക് വൃന്ദാവൻ, മായാപൂര്, ജഗന്നാഥ് പുരി എല്ലാം അതിൻ്റെയൊക്കെ ദിവ്യത്വം, അതായത് ഡിവിനിറ്റി എപ്പോഴെങ്കിലും നശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ചിലർക്ക് കലികാലത്തിലെ ഒക്കെ സ്വന്തന്മാരായ ആൾക്കാർക്ക് എത്രത്തോളം ആ ഡാമിന്റെ മഹാത്മ്യം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. പക്ഷെ സ്പിരിച്വലി ട്യൂൺഡായിട്ടുള്ള ഒരു ആളിനെ തീർച്ചയായിട്ടും ഡാമിന്റെ പൊട്ടൻസി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും നമുക്ക് ഈ ഡാമുകളിലൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള പൊട്ടൻസി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും നമുക്കറിയാം ആ ഒരു വ്യത്യാസം, നമുക്കൊരു ആ ചേഞ്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ഒരു ശരിക്കും നമ്മുടെ മനസ്സിൽ വേറെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആ പ്യൂരിഫൈങ് പൊട്ടൻസി മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഗോഡ് കോൺഷ്യസ് തന്നെ ആയിരിക്കണം. ഇതിൽ നിന്ന് ഭൗതിക കാര്യങ്ങൾ എപ്പോഴും കാലത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും സ്പിരിച്വൽ ആയിട്ടുള്ളവയ്ക്ക് ഒരിക്കലും ടൈം ഇൻഫ്ലുവൻസ് ഉണ്ടാവാറില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് പവർ ഓഫ് ഹോളി നെയിം. ഈ കലിയുഗത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചാൻഡിങ് ഓഫ് ഹോളി നെയിം തന്നെയാണ്. ശ്രീല പ്രഭുപാദർ നമുക്ക് തന്നിട്ടുള്ള ഉപദേശവും അതാണ്. ചാൻഡ് ഹരേ കൃഷ്ണ, ബി ഹാപ്പി ആൻഡ് ഗോ ബാക്ക് ടു ഹോം, ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ തിരുനാമ ജപം എല്ലാ യുഗത്തിലും പവർഫുൾ തന്നെ ആയിരുന്നു. ഈ കലിയുഗത്തിലെ ജനങ്ങളാണെങ്കിൽ ഒരുപാട് അൺക്വാളിഫൈഡ് ആണ്. ഫിസിക്കൽ സ്ട്രെങ്ത് ആയാലും, മെന്റൽ സ്ട്രെങ്ത് ആയാലും, ഇന്റലക്ച്വൽ സ്ട്രെങ്ത് ആയാലും, അതുപോലെ ലൈഫ് സ്പാൻ ആയാലും, ഇതെല്ലാം മറ്റുള്ള യുഗങ്ങളിലെ ആളുകളെ അപേക്ഷിച്ച് തുലവും കുറവ് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് മെഡിറ്റേഷനോ യജ്ഞയോ അതേപോലെയുള്ള വലിയ വലിയ തപസ്സുകളോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കലിയുഗത്തിലെ ആൾക്കാർക്ക് ഭഗവാനെ കിട്ടുവാൻ വേണ്ടി ആകെ ചെയ്യാൻ സാധിക്കുന്നത് തിരുനാമ ജപം മാത്രമാണ്. അത് വളരെ ഒരു ഇതുമില്ലാതെ വളരെ പ്യുവറായിട്ടുള്ള തിരുനാമ ജപമാണ് കലിയുഗത്തിലെ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന ശരിക്കും ഭഗവാനെ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കർമ്മം. ഭഗവാന്റെ പൊട്ടൻസി എപ്പോഴും
ഉള്ളതുപോലെ ഹോളി നെയിമിന്റെയും പൊട്ടൻസി ഒരിക്കലും നശിക്കുന്നില്ല, അതെപ്പോഴും തന്നെ ഉണ്ട്. നമ്മളൊരു ബാറ്ററി അതാണെങ്കിൽ ഔട്ട്ഡേറ്റ്, ശരിക്കും അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു ബാറ്ററി ടോർച്ചിനകത്തൊക്കെ ഇടാറുണ്ട്. അതേപോലെ അല്ല ശരിക്കും ഭഗവാന്റെ നെയിമിൻ്റെയും ഭഗവാന്റെയും പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും അത് നിലനിൽക്കുന്നത് തന്നെ ആണ്. ഇനി നമുക്ക് ഇത് നമ്മൾ ഹോളി നെയിമിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡിവോട്ടീസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിലോ, നമ്മുടെ ഡിവോട്ടീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സമയം കടന്നു പോകുമ്പോൾ ഭൗതികവാദികൾ വയസ്സാകും, മരിക്കും. ശരിക്കും നമ്മളൊരു ബ്രോഡർ സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡിവോട്ടീസും വയസ്സാകും, മരിക്കും. പക്ഷേ അത് ബോഡിലി ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ ചേഞ്ചസ് മാത്രമായിരിക്കും. അവരുടെ ഭൗതിക ശരീരം ക്ഷയിക്കും, മരിക്കും. പക്ഷേ അവരുടെ ഹൃദയം ഒരിക്കലും ആ സമയത്തിൻ്റെ ഇൻഫ്ലുവൻസ് അത്രത്തോളം ഉണ്ടാകാറില്ല. ഇതിനെപ്പറ്റി വളരെ മനോഹരമായ ഒരു ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ 2:3-17 ഉണ്ട്. ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം. ആയുർഹരദേവൈ പുംസാം ഉദ്യാനാഷ്ടം ച യന്നാശു താസ്യർത്തേ യക്ഷണോ നിത്യ ഉത്തമ ശ്ലോക വർത്തയ. അതായത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, ആരാണോ എല്ലായ്പ്പോഴും പരമദിവ്യ പുരുഷോത്തമനെ പറ്റി ചർച്ച ചെയ്യുന്നത്, അവർ ഒഴികെ എല്ലാവരുടെയും ജീവിതം സൂര്യന്റെ ഉദയവും അസ്തമനവും അനുസരിച്ച് ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണ് ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ പർപ്പോട്ടിൽ പറയുന്നത് പോലെ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മെൻ എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്ക്. പക്ഷേ ഡിവോട്ടി ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ അവനെ മരിക്കയില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവർ സ്പിരിച്വലി അഡ്വാൻസ് ആയി എപ്പോഴും ഹരികഥയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ഡിവോട്ടിയുടെ ശരീരവും ക്ഷീണിക്കും, ചുളിവുകൾ വരും, അസുഖം വരും. പക്ഷേ സമയം ഒരു ഡിവോട്ടിയിലൂടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല എന്നാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. അവര് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്നിവയൊക്കെ നിരന്തരം ചെയ്യുന്നത് കൊണ്ട് അവർ ഭഗവാനുമായിട്ട് ബോഡിയിൽ ഈ ഭൗതിക ശരീരത്തിലെ നമ്മുടെ ടെനുവർ തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്പിരിച്വൽ വേൾഡിലേക്ക് എങ്ങനെ പോകാമെന്നുള്ളതിനെ പറ്റി നമ്മൾ പിന്നെ ശരിക്കും എപ്പോഴും അതിനുവേണ്ടി നമ്മൾ എപ്പോഴും സദാ ഭഗവത് സ്മരണയോടുകൂടി തന്നെ ഇരിക്കണം. വീണ്ടും ഈ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. സാധക സ്റ്റേജിലുള്ള നമ്മളെല്ലാവരും ശരിക്കും ഒരു ഫാക്ടർ ഡിസ്ട്രക്ഷനും ഉണ്ടാക്കുന്നു, ക്രിയേഷനും ഉണ്ടാക്കുന്നു. ശരിക്ക് സമയം കടന്നു പോകുമ്പോൾ ക്രിയേറ്റ് ചെയ്തപ്പെട്ടവയെല്ലാം തന്നെ നശിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരു മിനിറ്റ് പോലും സമയം വേസ്റ്റ് ആക്കാതെ ഭഗവത് സേവനം അതുകൊണ്ട് നടത്തണം. സമയം സ്പെൻഡ് ചെയ്യുന്നു, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മുടെ സമ്പത്തിനെ നമ്മൾ ചിലവാക്കുന്നതിനാണ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കൂട്ടിവെക്കുന്നതാണ്. സമയം ഇതുപോലെ നമുക്ക് കൂട്ടിവെക്കാൻ പറ്റുന്ന ഒന്നാണോ? ശരിക്കും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആ ഒരു 24 മണിക്കൂർ നമുക്ക് ഒരു ദിവസം ഒരു 24 മണിക്കൂർ കിട്ടുന്നു. ഇത് ശരിക്കും വളരെ പ്രഷ്യസ് ആയിട്ടുള്ളതാണ്. ആ 24 മണിക്കൂർ നമ്മൾ ഓരോ സെക്കൻഡും ഓരോ മില്ലി സെക്കൻഡും എല്ലാം ശരിക്കും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ഭൗതിക നിലനിൽപ്പിന് വേണ്ടുന്നത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ. കാരണം നമ്മുടെ പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യണം. ശരിക്ക് നമ്മൾ സമയം വളരെ കെയർഫുൾ ആയിട്ട് വേണം അതുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ. ശരിക്കും നമുക്കറിയാം സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെറ്റീരിയൽ പ്രോഗ്രസ്സും ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകാറുണ്ട്. നമ്മൾ അത് എങ്ങനെ ചെയ്യുമ്പോഴാണ്? അതായത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ പ്ലേസ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ട് ആയിരിക്കണം.
നമ്മുടെ ശരീരത്തിനെയും ആത്മാവിനെയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് സെൽഫ് പ്രിസർവേഷൻ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായി വരും. അതിലൂടെ നമുക്ക് അത് സ്പിരിച്വലി ഇൻക്ലൈൻഡ് സ്പിരിച്വലായിട്ടും കൂടെ അതിനകത്ത് വരികയാണെങ്കിൽ നമുക്കത് സെൽഫ് അവെയർനെസ്, നമ്മൾ ആരാണെന്നും നമ്മുടെ എറ്റേണൽ ഫോം എന്താണെന്നും നമ്മുടെ ശരിക്കും നമ്മൾ ഭഗവാന്റെ പാർട്സ് ആൻഡ് പാർസൽ ആണെന്നും നമുക്ക് ശരിക്കും അങ്ങനെ നമുക്കത് ഭഗവത് സ്മരണ എപ്പോഴും നമുക്ക് നിലനിർത്താനും ഒക്കെ അതിലൂടെ സാധിക്കും. അത് രണ്ടും ചെയ്യുമ്പോഴും നമുക്ക് സെൽഫ് റിയലൈസേഷൻ, അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ എറ്റേണൽ ഫോം നമ്മൾ എന്താണെന്നും നമ്മൾ ഭഗവാന്റെ സേവകരാണെന്നുള്ള സത്യമൊക്കെ നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ജീവിതചര്യ അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഭഗവാനെ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാമൈവംശ ജീവലോകേ ജീവഭൂത സനാതന എന്ന്. അങ്ങനെ നമ്മൾ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്പിരിച്വാലിറ്റി, അതായത് സെൽഫ് പ്രിസർവേഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്പിരിച്വാലിറ്റിയിലൂടെ ചെയ്യുകയാണെങ്കിൽ സെൽഫ് അവയർനെസ്സും അതുവഴി നമുക്ക് സെൽഫ് റിയലൈസേഷനും ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ശരിക്കും റിലാക്സേഷനും റിക്രിയേഷനും ശരിക്കും നമ്മൾ ചിലപ്പോൾ റിലാക്സ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് റിക്രിയേഷന് വേണ്ടി പലതും ചെയ്യാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ എത്തിക്സിനും മോറൽ പ്രിൻസിപ്പിൾസിനും വാല്യൂസിനും സ്പിരിച്വൽ വാല്യൂസിനും അതെല്ലാം ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്ന് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ. ഇങ്ങനെ നമ്മുടെ റിക്രിയേഷന് വേണ്ടിയിട്ടുള്ള സമയവും മേൽപ്പറഞ്ഞ ആ ഒരു ലിമിറ്റിനകത്ത് നിന്ന് ചെയ്യുകയാണെങ്കിൽ അത് നമ്മെ സെൽഫ് റിയലൈസേഷന് സഹായിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത ചർച്ചകളിൽ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയത്തിനെ ഒരിക്കലും വിനിയോഗിക്കരുത്. നമ്മുടെ സമയത്തിനെ നമ്മൾ ജുഡീഷ്യലായി തന്നെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനായി തന്നെ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സമയം. ശരിക്കും നമ്മൾ ഈ നമ്മുടെ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ റെയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ശരിക്കും അത് നമ്മൾ എത്രയും ഭംഗിയായിട്ട്, അതായത് നമ്മുടെ കിട്ടുന്ന ഈ റെയർ ഓപ്പർച്യൂണിറ്റി മനുഷ്യജന്മം, നമ്മൾ അതിലെ സമയത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുക തന്നെ വേണം. എല്ലാവരും എറ്റേണലാണ്. പക്ഷെ നമുക്ക് ഒരു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആ ശരീരത്തിന് ജനനവും മരണവും ഉണ്ട്. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ അതുകൊണ്ട് ശരിക്കും സെൽഫ് റിയലൈസേഷന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. ശ്രീമദ് ഭാഗവതത്തിലെ 2 ശ്ലോകങ്ങളുണ്ട്. അതായത് ശ്രീമദ് ഭാഗവതത്തിലെ 3:29-45, 4:11-19 ഈ 2 ശ്ലോകങ്ങളും ഒന്ന് തന്നെയാണ്. ഒരേ ശ്ലോകം തന്നെയാണ് ഈ 2 ചാപ്റ്ററിലും ഉള്ളത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എത്രത്തോളം സമയത്തിന്റെ അപാരമായ കഴിവുകളെ പറ്റിയാണ് ഈ 2 ശ്ലോകങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. 2 ശ്ലോകങ്ങളും ശരിക്കും പറയുന്നത് എറ്റേണൽ ടൈം ഫാക്ടറിന് ആദിയും അന്തവും ഇല്ല എന്നാണ്. അത് ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. ഇത് പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് യമരാജൻ ഉൾപ്പെടെ എല്ലാവരെയും നശിപ്പിക്കുകയും അതുപോലെ സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ കാലം എന്ന് പറയുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനിയും ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട്, നമ്മൾ ഇന്ന് പഠിച്ച പാഠം എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ഈ സമയത്തെ ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സമയത്തെ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കരുതുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഇതിൻ്റെ പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് അതായത് ഉത്തമ വിശ്വാസയോഗ്യനായ ആധികാരിക ബ്രാഹ്മണൻ, ധർമ്മതത്വങ്ങൾ കർശനമായി അനുവർത്തിക്കുന്ന വൈഷ്ണവൻ എന്നിവരാൽ നയിക്കപ്പെടുകയായാൽ ധർമാത്മാവായ ഒരാൾ ഭഗവാനോട് വിശ്വാസം പുലർത്തുന്നു എന്നാണ്. ഇത് നമ്മളെ ഇതിലെ തന്നെ 1:9-12 ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്. വിപ്രധർമാച്യുതാശ്രയ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ശരിക്കും നമ്മൾ എന്തെന്നാൽ വിപ്രധർമ്മ ആശ്രയാന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആ ഒരു ഈ ഇതിലും പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഇതിൻ്റെ പർപ്പോട്ടിലും പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ വൈഷ്ണവരുടെയും ബ്രാഹ്മണരുടെയും എന്ന് വെച്ചാൽ ബോണഫൈഡ് ആയിട്ടുള്ള ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും എല്ലാം പിന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക, അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിക്കുക. അതുപോലെ ഭഗവാന്റെ ശരിക്കും ഭഗവാൻ എന്താണ് തീരുമാനിച്ചതെന്ന് വെച്ചാൽ അതുമായിട്ട് നമ്മൾ ഒത്തുപോവുക. ഇതൊക്കെയാണ് ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ ഈ ഒരു പർപ്പോട്ടിലെ അതിനെ വീണ്ടും പ്രഭുപാദർ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞത്. പിന്നെ നമുക്ക് ഇന്നത്തെ ഇതിൽ നിന്ന് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ബ്രീഫ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. സമയത്തെ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവായി തന്നെ കരുതുക. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ഭഗവാന്റെ ഡിവൈൻ അറേഞ്ച്മെന്റിന്റെ ഭാഗമാണെന്ന് കരുതുക. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്തു തന്നെ ആയാലും നമ്മൾ എല്ലായ്പ്പോഴും നമുക്ക് ആ അൺവേവറിങ് ആയിട്ട് ഒരു ചേഞ്ചും വരാത്ത തരത്തിലുള്ള ഒരു ഡിവോഷനെ നമ്മൾ സ്ഥിരമായിട്ട് നിലനിർത്തുക. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ മരണത്തിന് തയ്യാറെടുക്കുക. പിന്നെ ഭഗവാന്റെ അൾട്ടിമേറ്റ് പ്ലാൻ പരിപൂർണമായി വിശ്വസിക്കുക. അതിൻ്റെ ഔട്ട്കം റിസൾട്ട് എത്ര പെയിൻഫുൾ ആണെങ്കിലും നമ്മൾ ഭഗവാന്റെ പദ്ധതികളിൽ ഭഗവാൻ തരുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുക. ഇന്നത്തെ എൻ്റെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിക്കും. എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. हरे कृष्णा माता जी। हरे कृष्णा। दंडवत प्रणाम माता जी। പ്രണാമ പ്രഭു. മാതാ ജി ആ രണ്ട് ശ്ലോക പറഞ്ഞില്ലേ സമയത്തിനെ പറ്റി 329 സംതിങ് പിന്നെ 4 മാതാ ജി ഇത്തിരി ഫാസ്റ്റ് ആയി പറഞ്ഞു പോയി, ഒന്ന് പറയൂ പ്ലീസ് ആ നമ്പർ. ഒരേപോലുള്ള രണ്ട് ശ്ലോകങ്ങളുടെ കാര്യം പറഞ്ഞതാണോ പ്രഭു? യെസ് 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 യെസ്. അതെ, 329 3:29:45 4:11:19 പ്രഭു. 4:11:19 20-ലും 4:11:20 ഇതിനെ പറ്റി സമയത്തിന്റെ കാര്യങ്ങളെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ശ്ലോകങ്ങൾ ഒരേ ശ്ലോകമാണ്. 3:29:45 4:11:19. ഓക്കെ, താങ്ക് യു മാതാ ജി, വെരി വണ്ടർഫുൾ ക്ലാസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. हरे कृष्णा, प्रणाम माता जी। हरे कृष्णा। हरे कृष्णा। हरे कृष्णा। हरे कृष्णा माता जी, थैंक यू माता जी। हरे कृष्णा। हरे कृष्णा माता जी। हरे कृष्णा। थैंक यू माता जी। हरे कृष्णा। हरे कृष्णा। हरे कृष्णा, प्रणाम, थैंक यू माता जी। हरे कृष्णा। थैंक यू माता जी, प्रणाम। हरे कृष्णा। हरे कृष्णा. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ हरे ക്ലാസ്. कृष्णा। हरे कृष्णा प्रभु. हरे कृष्णा माता जी। हरे हरे कृष्णा। कृष्णा। हरे कृष्णा। थैंक यू माता जी। हरे कृष्णा। हरे कृष्णा माता जी। हरे कृष्णा। हरे कृष्णा माता जी। हरे कृष्णा. ഹരേ കൃഷ്ണ. हरे താങ്ക് യു സോ कृष्णा. മച്ച് മാജി. ഹരേ കൃഷ്ണ. ക്ലോസ് हरे ചെയ്യാം कृष्णा. മാജി. ശരി മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കി ജയ്. പ്രണാം മാജി. जय वैष्णव की जय. जय।